പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ജനക്കൂട്ടത്തോട് സംസാരിച്ച് പ്രശ്നങ്ങളോട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതെ, അപ്പോൾ അതും നിങ്ങൾക്ക് വേണം ചോദിക്കാം. അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുക. പക്ഷേ അത് ആവശ്യമല്ലേ? അപ്പോൾ ഓരോ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എവിടെയൊക്കെയാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്, എവിടെയൊക്കെയാണ് കൂടുതൽ ആശയങ്ങൾ വേണ്ടത്, ഇതെല്ലാമാണ് ചർച്ച ചെയ്ത് എല്ലാം കൂടി വരുമ്പോഴാണ് എല്ലാ ഘടകങ്ങളും ഒരേ മനസ്സോടെ ഒന്നുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വയനാട്ടിലെ എല്ലാം നമ്മുടെ മലയോര മേഖലയിലെ വന്യജീവി ശല്യം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അല്ല, അത് ഒന്നിന് പുറകെ ഒന്നൊരു തീരുമാനമുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഇതല്ലാതെ മറ്റൊന്നും. കാരണം ദൗത്യസംഘം അവിടെ എത്ര ദിവസമായി? രണ്ടാമത്തെ ദിവസം മുതൽ ദൗത്യസംഘം പ്രവർത്തനം ആരംഭിച്ചില്ലേ? ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണല്ലോ കൂടുതലായിട്ട് ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നത്. ആ ദൗത്യസംഘത്തിന് ആനയെ മയക്കുവെടി വെച്ച് കൊല്ലാൻ വേണ്ടി കഴിയുന്നില്ല. മയക്കുവെടിക്ക് വെക്കാൻ കാലതാമസമുണ്ട്. സാധാരണ നിന്നും വ്യത്യസ്തമായി ഉച്ചയാകുമ്പോഴേക്കും മയക്കുവെടി വെക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചു കഴിഞ്ഞു. മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ അധികാരമുള്ളൂ എന്ന പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആലോചിച്ചതാണ്, ജില്ലാ കളക്ടർമാർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആ സാധ്യത നമുക്ക് ഒരു പൊതുസമൂഹത്തിന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. നിയമപരമായ പ്രശ്നമാണ്. അത് നിയമപരമായി പരിശോധിക്കേണ്ട. അങ്ങനെ ഓരോന്നിനും ആവശ്യമായ സമയമെടുത്തു എന്നല്ലാതെ ഒന്നിലും ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല. ഈ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്ന് അങ്ങ് പറയുമ്പോൾ പോലും ഇന്നലെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് അത് ഞാൻ വ്യക്തമാക്കിയതാണ്. സമരം അക്രമാസക്തമാകുമ്പോൾ അത് ന്യായമായ സമരമല്ല, പ്രതിഷേധം ന്യായമല്ല. അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അക്രമാസക്തമാകാൻ പാടില്ല എന്ന അഭ്യർത്ഥന ഞാൻ അവരുടെ മുമ്പാകെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ആരുടെയും നിയന്ത്രണത്തിലായിരിക്കില്ല, മനഃപൂർവ്വമായിരിക്കില്ല. അത് അക്രമാസക്തമായി കഴിഞ്ഞാൽ അതാണ് ഞാൻ പ്രശ്നം സങ്കീർണമാകുന്നത്. അക്രമാസക്തമാകുമ്പോൾ പ്രശ്നം സങ്കീർണമാകും. ആ സങ്കീർണതയും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നം സങ്കീർണമാക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഗൂഢശ്രമങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അല്ല, ഇതിപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ സമരം? ജനങ്ങളാണോ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷേ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. വാരണാസിയിലുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി, അങ്ങ് തൊട്ടടുത്ത ജില്ലയിൽ ഉണ്ടായിട്ട് ഇതുവരെ ചെന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇപ്പോഴും അത് തുടർച്ചയായി ആരോപിക്കുന്നത്. അല്ല, അത് ആരോപണമല്ലല്ലോ, അതൊരു വസ്തുതയല്ലേ. ഞാൻ പോയില്ല. പക്ഷേ ഞാൻ പോകുന്നതിന് വരെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കണം, ഈ ചർച്ചകളൊക്കെ നടത്തണം, ഇതിന് വ്യക്തമായ ഉത്തരവുണ്ടാകണം, ഉത്തരവുകൾ ഇറങ്ങണം. വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഉത്തരവുകൾ ഇറങ്ങണ്ടേ. ഇനി പിന്നെ ഞായറാഴ്ചയാണ്, മറ്റന്നാൾ അവിടെ സന്ദർശിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ പോയിട്ടില്ല. അവിടെ ഈ നഷ്ടമുണ്ടായവർക്കും അല്ലെങ്കിൽ ആശങ്കയുള്ള പൊതുജനങ്ങൾക്കും ഒരു ആശ്വാസം ഉണ്ടാക്കാൻ മന്ത്രിയുടെ ഒരു സന്ദർശനം ഉപകരിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും. പക്ഷേ ഒരു വികാരപരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സ്വാഭാവികമായ പ്രയാസമുണ്ട് എന്നാണ് ഞാൻ ധരിച്ചത്. അതുകൊണ്ട് ആ സ്വാഭാവികമായ പ്രയാസമില്ലാത്തൊരു സമയത്ത് കുറച്ചും കൂടി ആളുകൾ ശാന്തരായി നിൽക്കുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ തിരക്കുന്നത്, അല്ലെങ്കിൽ അവരും പറയുന്നത് വികാരപരമായിട്ടായിരിക്കും. വികാരപരമായി പ്രശ്നങ്ങൾ സമീപിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാവുകയില്ല. പ്രശ്നങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ പോരാ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ജനക്കൂട്ടത്തോട് സംസാരിച്ച് പ്രശ്നങ്ങളോട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ടവരുമായുള്ള ചർച്ച നമ്മൾ നടത്തുന്നത്. ആ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യത്തിൽ അന്വേഷിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അവർക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങനെ ഒരു മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.